ഹായ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. സവോള നമ്മൾ നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. മത്തങ്ങ ആണെങ്കിലും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ വേഗം കുക്കായി ഉടഞ്ഞു പോകുന്നൊരു വെജിറ്റബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കനം കുറച്ച് കട്ട് ചെയ്തത്. വെള്ളം ഒഴിച്ചല്ല കേട്ടോ മത്തങ്ങ വേവിക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 4-5 വറ്റൽമുളക് എടുത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തോളൂ. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്ത് തന്നെ മെഴുക്കുവരട്ടി റെഡിയാക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ ആവിയിലാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മത്തങ്ങ വേവിക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിക്കുന്ന വെജിറ്റബിൾസിന് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയോ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ സവോള കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങണം. ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരമാണുള്ളത്. അപ്പോൾ മത്തങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് മതി, ഒരുപാട് മധുരമില്ല. ബീറ്റ്റൂട്ട് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് മധുരമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് മതി. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മുളകാണ്. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വേണ്ട, 3/4 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി മുളകും കൂടി കുക്കായി വരട്ടെ. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു മെഴുക്കുവരട്ടിയൊക്കെ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ കഴുകിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇളക്കി ഈ മത്തങ്ങയിലേക്ക് ഈ മസാല മുഴുവനും ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഉപ്പൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. നമുക്ക് മത്തങ്ങ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യേണ്ട. നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. തുറന്ന് വെച്ച് വേവിക്കരുത്, അടച്ചു വെച്ച് തന്നെ വേവിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇതിൽ നമ്മളിപ്പോൾ 1/4 കപ്പ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ മത്തങ്ങ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താലും മതി. മത്തങ്ങയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. ചില ആളുകൾക്ക് മത്തങ്ങ ഒരുപാട് കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമായിരിക്കില്ല. ഞാനപ്പോൾ ഇത് ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചിട്ടില്ലതുണ്ടോ. മത്തങ്ങ കുക്കായിട്ടുണ്ട്, കട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മത്തങ്ങ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ ഇഷ്ടമായതെന്നൊന്ന് പറയണേ. എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ആവശ്യത്തിനാണ്. എനിക്കിനി എരിവ് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഒരുപാട് ഡ്രൈ ആക്കുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നൊന്നുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിനി ഈ ഒരു
മത്തങ്ങ മെഴുക്കുവരട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.